രോഹിതേട്ടാ, വീണ്ടും കപ്പയും കേസിയും കോംബോ പുറത്തിറങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഇപ്പോൾ അന്ന് നമ്മുടെ തൊഴിലുറപ്പ് സ്ത്രീകളുടെ ഒപ്പം ആയിരുന്നുവെങ്കിൽ ഇന്ന് ഒരു വീട്ടമ്മയുടെ അടുക്കളയിലാണ് കപ്പയും കേസിയും കോംബോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ എന്താണ് കേസിയുടെ ഉദ്ദേശം? കപ്പയും കേസിയും കോംബോ എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നുമില്ല, പിന്നെ ഇതൊരു PR വർക്കാണോ എന്നാണ് ഇടതുപക്ഷ സൈബർ ഹാൻഡിൽ. അല്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ ആദ്യം കാണുന്നത് മാതൃഭൂമിയിലാണ്. മാതൃഭൂമി രാവിലെ എടുത്തു വെച്ച് കേസി എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ അലക്കുക. കേസി വേണുപോലെ നിയമസഭാ മത്സരത്തിൽ മത്സരിക്കാനില്ല എന്ന് ആദ്യമേ വ്യക്തമാക്കിയിട്ട് നിൽക്കുന്ന ആളാണ് അല്ലേ? നിയമസഭയിൽ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര നേതാവാണ്, ആലപ്പുഴയുടെ MP ആണ്. പക്ഷെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ KC വേണുഗോപാലിനുണ്ട്. അപ്പോൾ അദ്ദേഹം ഓരോ വീടുകളിൽ കയറി ആ വീട്ടിലെ അമ്മമാരുമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? നമുക്ക് ഇതിനു മുമ്പ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി കലുങ്ക് സമ്മേളനങ്ങൾ നടത്തി. ഈ കലുങ്ക് സമ്മേളനങ്ങളിൽ സുരേഷ് ഗോപിയുടെ ചില പ്രകടനങ്ങൾ വിമർശിക്കപ്പെട്ടു. എങ്കിലും അതിൻ്റെ ഒരു നല്ല പോയിന്റ് ഉണ്ട്. ഇതിനെ ആരും അഡ്രസ്സ് ചെയ്തില്ല. ജയിച്ചു പോയ 20 MP-മാരിൽ എത്ര പേർ ഇതുപോലെ നേരിട്ട് ജനങ്ങളുമായി സംവദിക്കാൻ, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായി എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഒരു മണ്ഡലത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം ആ നാടിന്റെ ആവശ്യങ്ങൾ, പെൻഡിങ്ങുകൾ എവിടെയാണ്, കാര്യങ്ങൾ അറിയാം. എന്നാൽ പുതിയതായി ജയിച്ചു വന്ന ഒരാൾ എന്ന നിലയിൽ സുരേഷ് ഗോപി കലുങ്ക് സമ്മേളനങ്ങളിൽ പോയിരുന്ന് അവരെ കേൾക്കാനും പിന്നെ അവിടെ കുത്തിയിരുന്ന് പുള്ളിയുടെ ചില ആക്ഷനുകളും രീതികളും ഒന്നും ഒരു രാഷ്ട്രീയ നേതാവിന് ചേരാത്തതല്ലാത്തത് കൊണ്ടാണ് വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അവിടെ നിന്ന് മാറി ഇപ്പോൾ KC വേണുഗോപാലിന്റെ വിഷയത്തിലേക്ക് എടുക്കും. കേരളത്തിൽ അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് എല്ലാ മാസവും ഉണ്ടാവുക. ഹൈക്കമാൻഡിന്റെ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ഡൽഹിയാണ്. പാർലമെന്റ് സമ്മേളനങ്ങൾ ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഡൽഹിയാണ്. എങ്കിലും ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്തം നെഞ്ചിൽ പേറിക്കൊണ്ട് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമാകുന്നു എന്നത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ വിമർശിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, KC വേണുഗോപാൽ ആകട്ടെ, എന്തിന് ഇന്നത്തെ കാലത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഒപ്പം ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ചിരിച്ചു തള്ളേണ്ടതൊന്നല്ല, അതൊരു സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യമുണ്ട്. ഇന്നലെ എൻ്റെ നാട്ടിലുള്ള ഒരു പയ്യൻ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ ചോദിച്ചു, ചേട്ടാ അജിത്തേട്ടനോടൊന്ന് പറഞ്ഞൂടെ, അജിത്തേട്ടൻ്റെ Facebook പേജുകളൊക്കെ ഒന്ന് കൊടുത്തു. അജിത്തേട്ടൻ തന്നെ ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുമായിരിക്കൂടാ, ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കൊടുക്കാം. കാരണം അവൻ ആ പാർട്ടിക്കാരനായതുകൊണ്ട് ആ പാർട്ടിയോടുള്ള ആവേശം കൊണ്ടും ആ പ്രസിഡന്റിനോടുള്ള സ്നേഹം കൊണ്ടും പറയുന്നതാണ്. നോക്കൂ, അത്തരത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൃത്യമായി ഉപയോഗിച്ച് വരുന്നൊരു കാലഘട്ടത്തിൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഷെയർ ചെയ്യപ്പെടും. അതിനുവേണ്ടി എന്തായാലും ഒരു പക്ഷേ ജീവനക്കാരുണ്ടാകും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കോടികൾ മുടക്കി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും മരുവൻ മന്ത്രിയുടെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ നാട്ടിലെ ആളുകളെ വെച്ചിട്ടുണ്ട്. അത് ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി വെച്ചിട്ടുണ്ട് PR ചെയ്യാൻ വേണ്ടിയിട്ട്. ആ നാട്ടിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിച്ചു കയറിയ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ തന്നെ പരമോന്നതമായ സ്ഥാനങ്ങളിൽ ഒരു ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ഒരു നേതാവിന് അദ്ദേഹം ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? ഇവിടുത്തെ മീഡിയ, സോഷ്യൽ മീഡിയ ഒക്കെ. KC വേണുഗോപാലിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, സ്നേഹിക്കുന്ന എത്രയോ പാർട്ടി പ്രവർത്തകരുണ്ട്. അദ്ദേഹം ഒരിടത്ത് ചെന്നിറങ്ങിയാൽ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് ചുറ്റും ഒരുപാട് പേർ കൂടും. അത് സ്വാഭാവികമാണ്. പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളും സാധാരണക്കാരായ ആളുകളും ഒക്കെ. അപ്പോൾ ഉറപ്പായും അദ്ദേഹത്തിനൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പകർത്താൻ പാർട്ടിക്കാർക്ക് ആവേശം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അദ്ദേഹം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ പറയപ്പെടുന്ന ക്യാമറകളിലൂടെ റെക്കോർഡ് ചെയ്ത് പുറത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ തൊഴിലുറപ്പ് സ്ത്രീകളുമായി സംസാരിച്ചിട്ട് അവർക്ക് കൊണ്ടുവന്ന കപ്പ കയ്യിൽ വാങ്ങി കഴിക്കുന്നതായിരുന്നു വിവാദം. അന്ന് ചോദിച്ചത്, ഈ പോക്കറ്റിൽ എവിടെ നിന്നാണ് മൈക്ക് വന്നത്? വെള്ളയും വിട്ടാണോ ഈ പറയപ്പെടുന്ന തൊഴിലുറപ്പുകാരെ കാണാൻ പോകേണ്ടത്? അല്ലാതെ അദ്ദേഹം അതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആയിരുന്നുവെങ്കിൽ ഞാൻ പറയണം, അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, തൊഴിലുറപ്പുകാരുമായി സംസാരിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അത് നാടകീയമായി ചെയ്ത് മാർക്കറ്റിങ്ങിന് മാത്രം ഉപയോഗിക്കാനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ലുങ്കിയൊക്കെ ഉടുത്ത് വരാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഷു ദിനത്തിൽ വിഷു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി, അന്ന് വർക്ക് ചെയ്യുന്ന ചാനലിന് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ
കൃഷിമന്ത്രി പി പ്രസാദ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അപ്പം സമയം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു കൊയ്ത്തുത്സവ ഉദ്ഘാടനമാണ്, അതിനുശേഷം നമുക്ക് കാറിലിരുന്ന് ഷൂട്ട് ചെയ്യാം. ഞങ്ങൾ വിചാരിച്ചു ആ കൊയ്ത്തുത്സവത്തിൽ തുടങ്ങി കാറിലിരുന്ന് ഒരു മന്ത്രിയോടൊപ്പം ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ അധികം സമ്മതിച്ചിട്ട് ഞങ്ങൾ പോയി. പി പ്രസാദിനെ നമുക്കറിയാം, കാലിൽ സിൽപ്പർ ചെരുപ്പിട്ട് സൈക്കിളിലൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനായ മന്ത്രിയാണ് പി പ്രസാദ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ രാവിലെ അവിടെ ചെന്നപ്പോൾ മന്ത്രിയുടെ കാറില്ല, ഒരു ജനക്കൂട്ടം ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം എല്ലാവർക്കും ഒരു അച്ചടക്കമൊക്കെ ഉണ്ട്. 2-3 പേര് മുന്നേ നടക്കുന്നു, ബാക്കിയിൽ കുറേ പേര് നടക്കുന്നു. ഇവരുടെ കയ്യിൽ മറ്റേ ഇതൊക്കെ ഉണ്ട്, എന്താ അരിവാളൊക്കെ ഉണ്ട്, നെല്ല് കൊയ്യാനുള്ള. അപ്പം ഞങ്ങളിങ്ങനെ മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ മുന്നിൽ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു, ഇത് മന്ത്രിയല്ലേ? പുള്ളി ഒരു കാവി ലുങ്കിയൊക്കെ എടുത്ത് സിൽപ്പറൊക്കെ ഇട്ട് ഇവരുടെ കൂട്ടത്തിൽ, കാരണം അദ്ദേഹം കൊയ്ത്തുത്സവത്തിന് വന്നതാണ്. അത് പി പ്രസാദിന്റെ നാടകമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അദ്ദേഹം അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവിടെ വന്നു കൊയ്ത്തുത്സവം കഴിഞ്ഞ് കരക്ക് കയറിയപ്പോൾ ഇവരെല്ലാം കൂടി ഒരു പാളത്തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തു. ഇത് വെച്ച് ചെയ്തിട്ട് കരക്ക് കയറിയപ്പോൾ ഞാൻ ചെന്ന് സാറേ ഇൻ്റർവ്യൂ ഓക്കെ വാന്ന് പറഞ്ഞിട്ടു നടന്നൊരു വീട്ടിലേക്ക് ചെന്നു. കാറിൽ നിന്ന് ഒരു കവർ പെട്ടിയോ അങ്ങനെ എന്തോ ഒരു സാധനം എടുത്തിട്ട് ഡ്രൈവർ അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു നല്ല ഷർട്ടും നല്ല മുണ്ടും ഒക്കെ എടുത്ത്, ആ വീടെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ഏതോ ഒരാളുടെ വീടാണ്, വന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ അന്നും അദ്ദേഹം ഉപയോഗിക്കുന്ന സ്ലിപ്പറാണ്. അത് അദ്ദേഹത്തിന്റെ ശീലമാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ആ രാവിലെ കൊയ്ത്തുത്സവമാണ് ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നത് തന്നെ ഒരു കാവി കയ്യിൽ കൊടുത്തിട്ടാണ്. അപ്പൊ KC വേണുഗോപാലിന് വേണമെങ്കിൽ ഈ പറയപ്പെടുന്ന തൊഴിലുറപ്പ് സ്ത്രീകളുമായി സംവദിക്കാൻ പോകുന്ന സമയത്ത് അത്തരത്തിലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് പോകാം. അതൊന്നും ചെയ്തില്ലല്ലോ. അദ്ദേഹം പോയ ഡ്രസ്സിൽ ചെന്നു, പിന്നെ നിലത്തിരുന്നത് അത് അദ്ദേഹത്തിന്റെ സൗകര്യം. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ നോക്കും, നമ്മളൊരു ആലപ്പുഴയിൽ ഒരു പരിപാടിക്ക് ചെല്ലുന്നു, അപ്പൊ അറിയാണ് തൊട്ടപ്പുറത്ത് KC വേണുഗോപാൽ വരുന്നുണ്ട്. ഉറപ്പായും നമ്മുടെ ക്യാമറ കണ്ണങ്ങോട്ട് തിരിയില്ലേ? KC വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ മൈക്ക് കൊണ്ടുവന്ന് കുത്തില്ലേ? അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഇനി ഇത്തവണ ഉണ്ടായത് എന്താ? ഈ വിലക്കയറ്റമാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഉപ്പിന് മുളകിന് കൊത്തം പാലിന് മുദ്രാവാക്യം വിളിച്ചു പോകുന്ന ഒരു സ്റ്റൈലിൽ നമ്മൾ പറഞ്ഞു പോയാൽ വില കൂടാത്തതായി ഒന്നുമില്ല. മനുഷ്യന്റെ വില മാത്രമാണ് കൂടാതെ. പണ്ട് പറയുന്നത് തീപ്പെട്ടിക്കും ബബിൾഗത്തിനും വില കൂടിയിട്ടില്ല. ഇത് തീപ്പെട്ടിക്കും ബബിൾഗത്തിനും വില കൂടി. ഇപ്പോ ചുമ കാരണം ആളുകളൊക്കെ കഷ്ടപ്പെടുക, വൈറൽ പരിധി വിക്സ് മിഠായിയാണ്, ഇതിന്റെ പൈസ 2 രൂപയാണ്. പണ്ട് 1 രൂപ. പിന്നെ വിക്സ് കമ്പനിക്കാർ മാന്യന്മാരാണ് ഇതിന്റെ ക്വാണ്ടിറ്റി വലുതാക്കിയിട്ടുണ്ട്. 2 രൂപയാണ് ഈ വിക്സ് മിഠായിയുടെ വില. നാട് മുഴുവൻ ചുമ പടർന്നു പിടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തടങ്കലിൽ വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോ എല്ലാത്തിനും വില കൂടി. പയറിന് വില വർദ്ധിച്ചു, പഞ്ചാരക്ക് വില വർദ്ധിച്ചു. എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ ഇല്ലല്ലോ 14 രൂപയ്ക്ക് പഞ്ചാര കിട്ടാൻ. അരിക്ക് വില വർദ്ധിച്ചു, എല്ലാത്തിനും വില വർദ്ധിച്ചു. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? 1 കിലോ ചാള വേണമെങ്കിൽ, മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മീനാണല്ലോ ചാള അഥവാ മത്തി. ചൂരയേക്കാൾ വില ചാളക്ക് ഉണ്ട് ഇപ്പോൾ എറണാകുളം മാർക്കറ്റിൽ. ചൂരയൊക്കെ ചൂരയേക്കാൾ വിലയാണ് ഇപ്പൊ ചാളക്കും മത്തിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയം അഡ്രസ് ചെയ്യണമെങ്കിൽ സാധാരണക്കാരന്റെ കുടുംബത്തിലേക്ക് പോകണം, വേണ്ടേ? ഇപ്പൊ KC വേണുഗോപാലിന്റെ കുടുംബത്തിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെതായ സംവിധാനങ്ങളുണ്ട്, അദ്ദേഹത്തിന് സമയക്കുറവുണ്ട്, കാര്യങ്ങളുണ്ട്. ഭാര്യയോട് മാത്രം ചോദിച്ചിട്ട് എടി വില കൂടിയോടി വെളിച്ചെണ്ണാട്ടെ പഞ്ചാരയുടെ, ഒരു ദിവസം കിടക്കാൻ വേണ്ടി 1.25 ലക്ഷം രൂപയ്ക്ക് കട്ടിൽ മേടിക്കുന്നവരല്ലേ ഇവിടെ ഭരിക്കുന്നേ? പുള്ളിക്കാരന് ഭാര്യയോടോ മകളോടോ ചോദിച്ചാൽ അവർക്കറിയില്ല, കാരണം അവർ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക വസതിയിലാണ് അവർ താമസിക്കുന്നത് കുറെ കാലമായിട്ട്. ഇതിന്റെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ സാധാരണക്കാരോട് തന്നെ ചോദിക്കണം. അപ്പോൾ KC വേണുഗോപാൽ ഒരു പരിപാടി ഇടുകയാണ്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ റാൻഡമായി തിരഞ്ഞെടുത്ത് കയറി ചെല്ലുക. അതിനകത്ത് ആ ചേച്ചിമാരാ നിൽക്കുന്നത് കണ്ടോ? ആർക്കെങ്കിലും അവരുടെ അഭിനയം എന്ന് പറയാൻ പറ്റുമോ? അവർ പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവരുടെ ജനപ്രതിനിധി അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു, അവർ അടുക്കളയിൽ പാചകത്തിലാണ്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് എന്താണ് കപ്പയാണ്, നല്ല കപ്പ കിട്ടിയില്ല സാറേ ഞായറാഴ്ച ആയതുകൊണ്ട് എന്ന് പറഞ്ഞ് അവരെ നേരിടുന്ന അടുക്കളയിൽ ചെയ്യുന്ന സാധാരണക്കാരായ വീട്ടമ്മമാർ അദ്ദേഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ്. അതെ, എനിക്കൊന്ന് ഈ ആദ്യത്തെ സംഭവത്തിലാണെങ്കിലും രണ്ടാമത്തെ സംഭവത്തിലാണെങ്കിലും KCക്ക് വേണമെങ്കിൽ അഭിനയിക്കാം, പക്ഷെ കൂടെയുള്ള സ്ത്രീകളെ അഭിനയിപ്പിക്കാൻ കഴിയും. എങ്ങനെ പറ്റുമെന്നുള്ളതാണ്. ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് ചിരി വരുന്നത്, KC ഇങ്ങനെ വാഴയിലയിൽ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും, ഒരു ചേച്ചി വന്നിട്ട് എടുത്തിട്ട് കഴിച്ചിട്ട് എടുക്കടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവര് അത്രയും അതിനെ എൻജോയ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇത് മോഹൻലാലിന്റെ ഒരു പഴയ സിനിമയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എന്നാ ചേട്ടത്തി അടുപ്പത്ത്, തമ്പുരാൻ ഞങ്ങൾ അടുക്കളയിൽ നിന്നൊക്കെ കഴിക്കും, പിന്നെന്താ നമുക്ക് വേണ്ട വ്യത്യാസമുണ്ട്, കുറച്ചും ചെടി ഞാൻ കഴിച്ചോളാം, പുറത്തേക്കുന്നവർ കാണണ്ട. ഈ സിനിമയുമായി കണക്ട് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത്. സ്വാഭാവികമായും ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? നാളെ ഇവിടെ എന്തുണ്ടാവും? ഈ വീഡിയോകൾ എനിക്ക് തോന്നുന്നു ഓവർലാപ്പ് ചെയ്ത് എഡിറ്റർമാർ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത് എവിടെയാ? കേരളത്തിലെ ഭാരതത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ
അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേരുറപ്പുള്ള കാര്യങ്ങളിൽ അവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ കൃത്യമായി ഇടപെടാൻ കഴിയുന്ന നേതാവിന്റെ പേരാണ് കെ.സി. വേണുഗോപാൽ. നാളെ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരും, ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അവർ പോകുന്ന ഇലക്ഷന് മുന്നോടിയായി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ പോകുന്ന അവരുടെ വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രകടന പത്രികയുണ്ട്. ഈ പ്രകടന പത്രിക ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടപെടാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള അവകാശമുള്ള നേതാവിന്റെ പേരാണ് കെ.സി. വേണുഗോപാൽ. അപ്പോൾ കെ.സി. വേണുഗോപാൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തും. നാളെ ഇവിടെ ഒരു UDF സർക്കാർ ഉണ്ടാകുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തണം. അതിനുവേണ്ടിയുള്ള അടിത്തട്ടിലുള്ള പഠനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നിങ്ങൾ എന്തിനാണെന്നേ ട്രോളുന്നേ? നിങ്ങൾക്ക് 1-ാം നമ്പർ കാറിൽ, അതും കറുത്ത കാറിൽ, പുതിയ കാർ വന്നോ എന്തോ, 36 വണ്ടികളുടെ അകമ്പടിയോടുകൂടി പോയി സാധാരണക്കാരന്റെ കറുപ്പെടുപ്പിട്ടവനെ തോട്ടിലും പിടിച്ചു തള്ളി രക്ഷാപ്രവർത്തനവും നടത്തുന്ന മുഖ്യമന്ത്രി അങ്ങനെ നടക്കുന്നത് മാത്രമാണോ നിങ്ങൾക്ക്? അങ്ങനെയാണോ നടക്കേണ്ടത് ഒരു ജനപ്രതിനിധി? മുഖ്യമന്ത്രി ഒക്കെ അതിന്റെ പ്രോട്ടോകോൾ ഉണ്ട്, കാര്യങ്ങളുമായിട്ട് പൊക്കോട്ടെ. എല്ലാ ജനപ്രതിനിധികളും അങ്ങനെയാണോ നടക്കേണ്ടത്? ഇദ്ദേഹം ആലപ്പുഴയുടെ പ്രതിനിധിയല്ലേ, സാധാരണക്കാരന്റെ പ്രതിനിധിയല്ലേ? അദ്ദേഹം മന്ത്രിമന്ദിരത്തിൽ നിന്ന്, ദന്തഗോപുരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതാണോ പ്രശ്നം? ആണോ പ്രശ്നം? അതാണോ പ്രശ്നം? സാധാരണക്കാരൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നതാണോ പ്രശ്നം? പിന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോയും വീഡിയോ ഷെയർ അദ്ദേഹം ചെയ്യും. അതുകൊണ്ട് 10 പേർക്ക് പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇങ്ങനെ ആയിരിക്കണം മന്ത്രി, ഈ സാധാരണ മനുഷ്യരെ പോലെ അല്ല ഇവർ എന്നൊരു തോന്നൽ, അങ്ങനെ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇവർ നോർമലായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഇത് നോർമൽ അല്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകുന്നത്. ഈ പണ്ട് ചില മണ്ഡലങ്ങളിലൊക്കെ പെട്ടെന്ന് ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് സ്ഥാനാർത്ഥിത്വമൊക്കെ ലഭിക്കും. അതുവരെ അണ്ടിമറക്കെ കടന്നും പോസ്റ്റർ ഒട്ടിച്ചും ബസ്സിന് കല്ലെറിഞ്ഞൊക്കെ നടക്കുന്നവന്മാർ പെട്ടെന്ന് പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ഥാനാർത്ഥിയാകും, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാർ വേണമല്ലോ. ഇപ്പം പലിശയില്ലാത്ത വായ്പ നിയമസഭയിൽ നിന്നുണ്ട്. ആ പലിശയില്ലാത്ത വായ്പ കൊടുത്ത് ഇവർ മേടിക്കും, ഇന്നോവ ക്രിസ്റ്റ മേടിക്കും. പിന്നെ ഒരു ഡ്രൈവർ വേണം, PA വേണം. ഇവർക്കൊക്കെ ശമ്പളം സർക്കാർ കൊടുത്തോളൂ. പിന്നെ ഇവരെ നിലത്തും തറയിലൊന്നുമല്ല. ഇവർ പിന്നെ AC ഇല്ലാതെ നടക്കില്ല. പിന്നെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചൂരയാണെങ്കിൽ തിന്നത്തില്ല, നെയ്മീൻ മാത്രമേ കഴിക്കൂ. അങ്ങനെയൊക്കെയുള്ള ആളുകളായി വരുന്ന എത്രയോ പേരെ നമുക്കറിയാം. ഇവിടെ നിങ്ങളെയൊക്കെ ജനപ്രതിനിധികളാക്കി തിരഞ്ഞെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് പഞ്ചായത്ത് മെമ്പർ ആയാൽ മിനിമം ഒരു ഇന്നോവ വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. മുന്നിലൊരു ഫ്ലാഗ് സ്റ്റാമ്പും കാണും, 2 ആന്റിനയും വെച്ചിട്ട് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുള്ളൊരു നാടാണിത്. അവിടെയാണ് ഈ എല്ലാ സൗകര്യങ്ങളും ഉള്ളിടത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന നേതാക്കന്മാരുണ്ടാവേണ്ടത്. ഞാനിപ്പം ഈ സ്റ്റോറി പറഞ്ഞത് ആരെയൊക്കെ പറ്റിയാ? സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞു, ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല, P. പ്രസാദിനെ പറ്റി പറഞ്ഞു, കെ.സി. വേണുഗോപാലിനെ പറ്റി പറഞ്ഞു. ഇതുപോലെ എത്രയോ പേരുണ്ട്, എത്രയോ പേർ. ഇപ്പോ മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, അദ്ദേഹത്തെ പറ്റി എല്ലാവരും പറയാം. ഏത് കല്യാണവും ചാക്കാലം ഉണ്ടെങ്കിൽ പുള്ളി പോവും. പോവും. പണ്ടൊക്കെ ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ചില ദിവസങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് പെട്ടെന്നൊരു വിളി വരും, MP പറയും, ഇവിടെ മേലിൽ ആരാടാ മരിച്ചേ? അപ്പോഴാണ് നമ്മൾ അറിയുന്ന മേലിൽ ഒരു മരണം നടന്നത്. പുള്ളി രാവിലെ ഇതെല്ലാം നോക്കി ഡേറ്റ എടുത്തിട്ട് നേരെ വണ്ടി എടുത്ത് അവിടെ വന്ന് ആ വീട്ടിൽ കയറിയിട്ട് പോകും. അപ്പോൾ ആ വീട്ടുകാരെന്താ ചിന്തിക്കുന്നത്? ഞങ്ങൾ വോട്ട് ചെയ്ത് പോയ ഒരാൾ, അതിന് ഭയങ്കര ഇതുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വന്നു. പണ്ട് എൻ്റെ അമ്മയുടെ സഹോദരി മരിച്ചപ്പോൾ അന്ന് ഇലക്ഷൻ ടൈമാണ്. അന്ന് PV ജഗദീഷ് കുമാർ മത്സരിക്കും, ജഗദീഷ് കുമാർ വരുന്നു. നമ്മൾ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഇല്ല. ഗണേഷ് കുമാർ വരുന്നു, ഇലക്ഷൻ ആയതുകൊണ്ടാണ്. പിന്നീട് കൊടിക്കുന്നിൽ സുരേഷ് MP വരുന്നു. മറ്റവരൊക്കെ ഇലക്ഷൻ ട്രെൻഡിന് വന്നതാ. പക്ഷെ പിന്നീട് ഏത് മരണം നടന്നാലും അന്ന് എത്താൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിലെങ്കിലും അവിടെ ഓടിയെത്തുന്ന നേതാവിന്റെ പേരായി കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് മാറിയിട്ടുണ്ട്. ഇതുപോലുള്ള കുറെ നേതാക്കളുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷമായി അവിടെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ജ്യോതികുമാർ ചാമക്കാല. ജ്യോതികുമാർ ചാമക്കാല ഏതൊരു മരണം ഉണ്ടെങ്കിലും അവിടെ ഓടിയെത്തും. ഏതൊരു വിവാഹം ഉണ്ടെങ്കിലും വിളിച്ചില്ലെങ്കിലും പുള്ളി അവിടെ ഓടിയെത്തും, പോകും, കാണിച്ചിട്ട് പോകും. അതിനെയാണ് ഈ കലകോമസ് ബിക്കാര് ചാക്കാല നേതാവ് എന്ന് വിളിക്കാൻ തുടങ്ങി. ചാമക്കാല, മറ്റേ ചാക്കാല നേതാവ്. ഇയാള് വന്ന മരണം ഉണ്ടെങ്കിൽ മാത്രം വരുന്ന ആളാണെന്ന്. അതിപ്പോ തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തതാണ്. കഴിഞ്ഞ എനിക്കൊന്ന് ഒരു 7-8 മാസത്തോളമായി ആ നമ്പർ സേവ് ചെയ്ത ആ സമയം മുതൽ തിരുവനന്തപുരം മേഖലയിൽ ആര് മരിച്ചാലും ഒരു സാധാരണ മനുഷ്യന്റെ വീട്ടിൽ പോയാലും അദ്ദേഹം ആ മരണത്തിന് പങ്കെടുക്കുന്നുണ്ട്, ഫോട്ടോ ഇടുന്നുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്. അതൊരു സെക്കൻഡ് തിങ്. ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ മരണങ്ങൾക്കും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം മത്സരിക്കുമോ എന്ന് പോലും അറിയില്ല. ഇതൊരു ഭയങ്കരമായ ഒരു സ്ട്രാറ്റജി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഈ
ഈ ജ്യോതികുമാർ ചാമക്കാലയുടെ കേസ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് പേര് നാട്ടിലെ മത്സരരംഗത്തുണ്ടാകും. ഞാൻ നാട്ടിൽ പോയ ഒരു ദിവസം ഇതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, എടാ എൻ്റെ കൂടെ ഒരു 10 വീട് കയറാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന എത്തിക്സ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ അതിലും അപ്പുറത്തേക്ക് സൗഹൃദത്തിന് വില കാണുന്നതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഒരു 10 വീട്ടിൽ കയറാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഔചാരിതമായി ജ്യോതികുമാർ ചാമക്കാല അവിടെ വന്ന് ഞങ്ങളെ കണ്ടുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി പറഞ്ഞു ഞാനും വരാൻ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ പ്രായമായ അമ്മൂമ്മ. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരം ഈ അമ്മൂമ്മയ്ക്ക് അറിയത്തില്ല ഈ പുള്ളി ആരാണെന്നും അറിയത്തില്ല. അമ്മൂമ്മ ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് എൻ്റെ മോൻ മരിച്ചപ്പോൾ വന്നില്ലായിരുന്നോ സാറേ, ഇതേ ചേർത്ത് പിടിച്ച് വന്നായിരുന്നു അമ്മേ. അപ്പൊ അത് ആ പ്രായമായവരുടെ മനസ്സിൽ പോലും, കാരണം പുള്ളിയിലെ വെള്ളയൊക്കെ ഇട്ട് പുള്ളി വരുമ്പോൾ ഒരു സ്വീകാര്യതയൊക്കെ ഉണ്ടല്ലോ. മരണവീടായാലും ആളുകളൊക്കെ ജ്യോതിയെണ്ണം വന്നു അല്ലെങ്കിൽ നേതാവ് വന്നു എന്നൊരു സാധനം കിട്ടും. അപ്പൊ ഇവര് ശ്രദ്ധിക്കുമല്ലോ, വീട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ ഇത് ആരാണ്. ഇപ്പൊ ഈ കഴിഞ്ഞോട്ട് ഇലക്ഷന് മത്സരിച്ച കാര്യം അമ്മ മറന്നു. പക്ഷെ മകന്റെ മരണത്തിന് ഇദ്ദേഹം വന്നത് ഓർത്തിരുന്നു എന്നുള്ളതാണ്. ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞു വന്നത്, ചർച്ചയിൽ നിന്ന് വ്യതിചലിച്ചു പോകണ്ട, സാധാരണക്കാരുമായി ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരു വീട്ടിൽ ചെന്ന് അടുക്കളയിൽ നിന്ന് ആഹാരം എടുത്ത് കഴിക്കുന്നത് അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാ. സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു വീട്ടുകാർ ചെന്ന് ചെയ്യാൻ പറ്റും, ക്ലിഫ് ഹൗസിൽ കയറി ചെന്ന് ചെയ്യാൻ പറ്റും. അപ്പോ അവർക്ക് പരാതിയില്ല. ഇതില് വെടി വെച്ചവനും പരാതിയില്ല, വെടി കൊണ്ടവനും പരാതിയില്ല, ഒച്ച കേട്ടോണ്ട് നിന്നവനാണ് പരാതി എന്ന് പറയുന്ന പോലാണ് ചില ചാനലുകാരുടെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ വൈഭവം. എന്തായാലും അപ്പൂപ്പന്റെ കാശ് കൊടുത്തിട്ട് പെൻഷൻ കാശാന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ. കെ.സി. വേണുഗോപാൽ വീട്ടിൽ ചെന്ന് കാര്യം തിരക്കിയതല്ലേ ഉള്ളൂ. ഇനിയും ഇത് തുടരും, അവരിത് തുടരും. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും.